കണ്ടാൽ ആർക്കായാലും ഒരു സ്നേഹമൊക്കെ തോന്നും. പക്ഷേ കയ്യിലിരിപ്പ്. ലെറ്റ് മീ ടെൽ യു ദ ഡാർക്ക് സൈഡ് ഓഫ് ബോട്ടിൽ നോസ് ഡോൾഫിൻസ്. ഡോൾഫിൻസ് മനുഷ്യരെ പോലെ മാമൽസ് ആണല്ലോ. അപ്പോൾ പ്രസവിച്ചു കഴിഞ്ഞ് ഫീമെയിൽ ഡോൾഫിൻസ് കുട്ടിക്ക് പാൽ കൊടുക്കും. അപ് ടു 3 വർഷം വേണമെങ്കിലും പാൽ കൊടുക്കാം. ഈ ലാക്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഫീമെയിൽ ഡോൾഫിൻ്റെ ഓവുലേഷൻ സപ്രസ്ഡ് ആയിരിക്കും. എന്നുവെച്ചാൽ മെയ്റ്റിങ്ങിന് ഇവ അത്ര അവൈലബിൾ ആയിരിക്കില്ല. സോ കുട്ടിക്ക് പാൽ കൊടുത്തുകൊണ്ടിരുന്ന മെയ്റ്റിംഗ് നടക്കില്ലെന്ന് മനസ്സിലാക്കിയ പല മെയിൽ ഡോൾഫിൻസും കുട്ടിയെ കൊല്ലും. കടിച്ചും ഇടിച്ചും എറിഞ്ഞുമൊക്കെ അനവധി കുഞ്ഞു ഡോൾഫിനുകൾ ഒരേ രീതിയിൽ ഇഞ്ചുറി പറ്റി കൊല്ലപ്പെട്ടതായി കണ്ടെത്തിയിട്ടുണ്ട്. ഇനി ഇതേ സിമിലർ ഇഞ്ചുറീസ് പറ്റിയ പോർപ്പസുകളെയും കിട്ടിയിട്ടുണ്ട്. വിച്ച് മീൻസ് ഇര പിടിക്കുന്നതിന് പകരം അഗ്രസീവായി വെറുതെ എടുത്തിട്ട് ഇവരെ ഉപദ്രവിക്കാറും കൊല്ലാറുമുണ്ട്. ഏറ്റവും ഡിസ്റ്റർബിംഗ് ആണ് സെക്ഷുവൽ കൊയേഷൻ. പലതരം മൃഗങ്ങളിൽ കണ്ടുവരുന്ന ഒന്നാണ് ഈ നിർബന്ധിത പ്രവൃത്തി. മെയ്റ്റിംഗ് സീസൺ ആയാൽ വലിയ അളവിലാവും മെയിൽ ഡോൾഫിൻസ് ടെസ്റ്റോസ്റ്ററോൺ ഉൽപ്പാദിപ്പിക്കുക, എന്നുവെച്ചാൽ സാധാരണയുടെ 10 ഇരട്ടിയൊക്കെ. ഈ സമയങ്ങളിൽ 3-4 ഡോൾഫിനുകൾ ചേർന്ന് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കും. ഇവർ ചേർന്ന് ഫെർട്ടൈലായ ഒരു ഫീമെയിൽ ഡോൾഫിനെ ആദ്യം കണ്ടുപിടിക്കും. അതിനുശേഷം കൂട്ടത്തിൽ നിന്നും മറ്റ് മെയിൽസിൽ നിന്നും ഈ ഫീമെയിലിനെ ഐസൊലേറ്റ് ചെയ്യിക്കാൻ ചേസിങ്, ബൈറ്റിംഗ് ഉൾപ്പെടെ പല ടെക്നിക്കുകൾ ഉപയോഗിക്കും. ഐസൊലേറ്റ് ചെയ്ത് ഒറ്റയ്ക്കായ ഈ ഫീമെയിൽ ഡോൾഫിനെ ആ ഹോൾ ഗ്രൂപ്പ് റിപ്പീറ്റഡായി മെയ്റ്റിങ്ങിന് ഉപയോഗിക്കും ഇൻ എ വെരി അഗ്രസീവ് വേ.